ഉത്തരവാദിത്തത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് മുതുവല്ലൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ടുള്ള
വിലക്ക് വേണം ജോലിയിൽ നിന്ന് നടപടി വേണം, ഉടനടി വേണം. സർക്കാർ ഒന്ന് കേട്ടോളൂ, സർക്കാർ ഒന്ന് കേട്ടോളൂ. ആദ്യം ഞങ്ങൾ പറഞ്ഞു നോക്കും, മുസ്ലിം യൂത്ത് ലീഗ് ജിന്ദാബാദ്, മുസ്ലിം യൂത്ത് ലീഗ് ജിന്ദാബാദ്, കേസരി മാർച്ച് ജിന്ദാബാദ്, കേസരി മാർച്ച് ജിന്ദാബാദ്. നാട്ടുകാരെ അറിഞ്ഞില്ലേ, നാട്ടുകാരെ അറിഞ്ഞില്ലേ, നിറാടുന്നൊരു ദേശത്ത്, നിറാടുന്നൊരു ദേശ മദീഷ മയ്യിത്ത്, മുഹമ്മദ് ഇഷ മയ്യിത്ത് ആരാക്കുന്നതറിഞ്ഞില്ലേ. പരതക്കാട്ടെ ഓഫീസിൽ, പരതക്കാട്ടെ ഓഫീസിൽ, KSCB ഓഫീസിൽ തിന്നുമയങ്ങും കൂട്ടറി തന്നെ, തിന്നുമയങ്ങും കൂട്ടറി തന്നെ. എന്നാ കൂട്ടറി കേട്ടോളി, ഇല്ലരി നിങ്ങൾ യൂത്ത് ലീഗിൻ വാക്കാള. കാറ്റടിച്ചൊരു നേരത്ത്, കാറ്റടിച്ചൊരു നേരത്ത് പൊട്ടി വീണൊരു ലൈനിൽ നോക്കി നോക്കി കെഞ്ചി കെഞ്ചി പറഞ്ഞില്ലേ, ആ ലൈനൊന്ന് ഓഫാക്കെന്ന്. ഇല്ല, നിങ്ങൾ കേട്ടില്ല. വെള്ളപുതച്ചൊരു മയ്യത്തിന്, വെള്ളപുതച്ചൊരു മയ്യത്തിന് പകരം ഞങ്ങൾ ചോദിക്കോ. ഈ സംഗമത്തിന് നല്ലവരായ മാധ്യമപ്രവർത്തകരെ, നമുക്കറിയാം ഇതുപോലുള്ളൊരു പ്രതിഷേധത്തിൻ്റെ ആവശ്യകത. അതുപോലെ തന്നെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഫലമായി ഇന്ന് മുഹമ്മദ് സഹോദരൻ ആറടി മണ്ണിലാണ്. ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയിലെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ സംസ്ഥാനത്ത് 2 മരണമാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നടന്നത്. ഒന്ന് കൊല്ലം ജില്ലയിലെ ഒരു വിദ്യാർത്ഥിയും ഇന്നലെ നമ്മുടെ തൊട്ടടുത്തുള്ള നീറാടുള്ള മുഹമ്മദ് ഷാ എന്ന സഹോദരൻ. മുഹമ്മദ് ഷാ എന്ന സഹോദരൻ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഈ സമരം ആഹ്വാനം ചെയ്യുന്നത്. ഈ 100 കണക്കിന് ഈ പ്രവർത്തകർ ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമാണ് ഈ കാണുന്നത്. ഈ 100 കണക്കിന് പ്രവർത്തകർ ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളും ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരോടെല്ലാം ഞങ്ങൾ സമരം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ സമരം സമാധാനപരമാണ്. ഇത് സമാധാനപരമായി അതിനപ്പുറം പോയാൽ നിങ്ങളുടെ ഈ പോലീസിൻ്റെ സംവിധാനം മതിയാകില്ല, മുസ്ലിം യൂത്തിലെ തളർത്തി നിർത്താനെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബു മാരൻ സാഹിബ് ഈ വേദിയിലേക്ക് വരികയാണ്. ഞാൻ സീക്കർ സാക്കിർ, അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി സീക്കർ സാക്കിർ സാഹിബ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ പ്രതിഷേധ സംഗമത്തിലേക്ക്, സമരത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ സമരസംഘം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബു മീറാൻ സാഹിബാണ്. അതുപോലെ തന്നെ ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സീക്കർ സാക്കിർ സാഹിബ്, അതുപോലെ തന്നെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്, അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ റഫീഖ് അയക്കോട് അടക്കമുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഏറെ ബഹുമാനമുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മിയാൻ സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ, MSFൻ്റെ മറ്റു ഘടകങ്ങളുടെ നേതാക്കന്മാർ ഈ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള നാട്ടുകാർ, ഇന്നലെ ഒരാളെന്നെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഈ സമരത്തെ വൈകാരികമായി കൈകാര്യം ചെയ്യരുത് എന്നാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഏത് രൂപത്തിലാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്? വൈകാരികമല്ലാതെ ഏത് രൂപത്തിലാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് യൂത്തിൻ്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് മരിച്ച വീട്ടിൽ നിന്ന് പോയി നീറാട്. എത്ര സങ്കടത്തോടു കൂടിയാണ് നാട്ടുകാർ വിഷയം പറയുന്നത് അറിയാം നിങ്ങൾക്ക്. ആ വീട്ടുകാരെ മുഖം കാണാൻ വയ്യ. എന്താണെന്ന് ചോദിച്ചാൽ തലേ ദിവസം
2 പ്രാവശ്യം KCO ഓഫീസിൽ വിളിച്ച് ലെയിൻ പൊട്ടി വിവരന്മാരെ പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് 3 തവണ ഈ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നാട്ടിലെ ഒരാൾ ഈ വിഷയം പരാതിയായി നേരിട്ട് KCO ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രിയമുള്ള നാട്ടുകാർ സാക്ഷ്യത്തിൽ പറയാനുള്ള കാര്യം, ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത് ഇവിടെയുള്ള നിയമപാലകരോടല്ല എന്ന് ഞാൻ. നിയമപാലകരോടാണെങ്കിൽ ഞങ്ങളുടെ സമരം ഈ രൂപത്തിലും ആകുമായിരുന്നില്ല. പോലീസ് തടുത്തപ്പോഴേക്ക് ഞങ്ങൾ നിന്നത് ഞങ്ങളുടെ സമരം പോലീസിൽ അവിടെ അല്ലാത്തത് കൊണ്ടാണ്. പറയാനുള്ളത് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോടാണ്, ഇതിന് ഡയറക്ഷൻ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥനുണ്ട്. എൻ്റെ സൗണ്ട് മുദ്രാക്കി വിളിച്ച് പോയതുകൊണ്ടുള്ള പ്രയാസമുണ്ട്. ഞാനിവിടെ പറയാണ്, ഇതിന് ഡയറക്ഷൻ കൊടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഈ ഓഫീസിലുണ്ട്. അയാളോട് പറയാനുള്ള കാര്യം, സർക്കാരിന് ഞങ്ങളുടെ അടക്കമുള്ള നികുതി പണം കൊണ്ട് നിങ്ങൾ വാങ്ങുന്ന ഒരു ശമ്പളമില്ലേ, അതിനോട് നിങ്ങൾ കാണിക്കാത്തൊരു കൂറുണ്ടല്ലോ, നിങ്ങളുടെ ചെവി കുറ്റിക്ക് പിടിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സീറ്റിൽ നിന്ന് എണീപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരം കഴിഞ്ഞാൽ, ഈ പരിപാടി ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വരുന്ന KCB ഓഫീസിലേക്കാണ്. ഇതിന് മുകളിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്, റാഹത്തായിട്ട് ഞങ്ങൾ ഇരിക്കി ഞങ്ങൾ വരുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥന്റെ കോളറിന് പിടിച്ച് സീറ്റിൽ നിന്ന് എണീപ്പിക്കാൻ അല്ലാതെ അത് കഴിയാതെ മുസ്ലിം യൂത്ത് ഇവിടുന്ന് പോകുക എന്നാണ് പറയാനുള്ളത്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ കാണാത്ത രൂപത്തിലേക്ക് ഇവിടെ നിന്ന് മാറ്റമെന്നാണ് പറയുന്നത്. വിട്ടുകൊടുക്കുന്ന വിഷയമില്ല. ഞങ്ങൾക്ക് ഇതിൽ പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയമില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യം, കുറച്ചൊക്കെ തിന്നുന്ന ചോറിനോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ, കുറച്ചൊക്കെ തിന്നുന്ന ചോറിനോട് ഉത്തരവാദിത്തം കാണിക്കണ്ടേ. നിങ്ങൾ ആ തിരിയുന്ന സീറ്റിൽ നിങ്ങൾ ഇരുത്തണ്ടല്ലോ, അത് അധിക സമയം വൈകാൻ മാത്രം പറയാനുള്ളത്. ഇവിടെ വിഷയം അധികം സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പ്രശ്നം അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും, പാർട്ടിക്ക് വേണ്ടി, മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി, മുസ്ലിം ലീഗിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുള്ള സമരം ഇവിടുത്തെ കൊണ്ടോട്ടി പോലീസല്ല. കൊണ്ടോട്ടി പോലീസിന്റെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും മനോഹരമായി നിയമപാലകർ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. ഒപ്പം പറയുന്ന കാര്യം, ഞാൻ ഒരിക്കൽ കൂടി തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിച്ച് പറയാണ്, പോലീസിനായിരുന്നു ഞങ്ങളുടെ സമരമെങ്കിൽ നിങ്ങളിങ്ങനെ തടഞ്ഞു നിന്ന് നിർത്തിയിരുന്നെങ്കിൽ, തടയാൻ മാത്രമല്ല ഇവിടെ 100 ആളുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾ തന്നെ ഇടപെട്ടുകൊണ്ട് എന്തുകൊണ്ട് അവരെ തടഞ്ഞു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ പ്രതിരോധിക്കലല്ല, ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ കാണേണ്ട പോലെ ഒന്ന് കാണലാണ്. അത് കണ്ടിട്ട് മാത്രമേ ഇവിടുത്തെ മുസ്ലിം യൂത്തിലേക്ക് പോകൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഗമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിമന്യായ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരഭടന്മാർ, സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുതുവല്ലൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ, പാർട്ടി നേതാക്കന്മാർ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, വല്ലാതെ വിഷമകരമായ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് ഈ സമരം ഇവിടെ നടത്തുന്നത് എന്നതുകൊണ്ടാണ് മറ്റ് ഔപചാരികമായ അഭിസംബോധനകളൊക്കെ ഈ അവസരത്തിൽ ഒഴിവാക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം യൂത്ത് ലീഗ് എന്തിനാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിലെ KCB വകുപ്പ് കേരളത്തെ ഷോക്കടിപ്പിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ മുഹമ്മദ് ഷാ എന്ന നമ്മുടെ സഹോദരൻ, ആ സഹോദരൻ്റെ മരണത്തിൻ്റെ സങ്കടകരമായ വാർത്തയുണ്ട്. ഇന്നലെ നമ്മൾ കൊല്ലത്ത് കണ്ടു. കൊല്ലത്തെ ആ ക്ലാസ് മുറിയിലെ 1ാമത്തെ ബെഞ്ചിൽ അനാഥമായ ഒരു പുസ്തക സഞ്ചി ഇരിപ്പുണ്ട്. ആ കുട്ടിയുടെ പേര് മിഥുൻ എന്നായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, രാവിലെ ഈ ഉള്ള ചാനലുകളിൽ മിക്കതിലും ഇന്ന് രാവിലെ കേരളത്തിൻ്റെ KCB വകുപ്പ് മന്ത്രിയുണ്ട്. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ PG സുരേഷ് കുമാർ ഇന്ന് മന്ത്രിയോട് ചോദിക്കുകയാണ്, മനുഷ്യർ ഇങ്ങനെ ഷോക്കടിച്ചു മരിക്കുമ്പോൾ അത് തടയേണ്ടുന്ന ഉത്തരവാദിത്വം ഈ വകുപ്പിനില്ലേ? അപ്പം മൂപ്പരുടെ ഒരു മറുപടി, നാട്ടുകാർ എതിർക്കുകയാണ്. കൊലച്ച വാഴ എന്ന് വെച്ചാൽ വാഴ വെട്ടിമാറ്റി KCB. ആ വാഴ വെട്ടിമാറ്റിയപ്പോൾ നാട്ടുകാർ എതിർത്തത് കൊണ്ടാണ് ഞങ്ങൾക്കിതൊന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തത് എന്നാണ്. എന്നിട്ട് പാലക്കാട്ടെ ചിറ്റൂരുകാരനായ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ചാനലുകാരെ സ്വാഭാവികമായിട്ട് വാഴ വളർന്നു വലുതായി എപ്പോഴെങ്കിലും ലൈൻ കമ്പിയിൽ മുട്ടിയ അനുഭവം കേരളത്തിലുണ്ടോ? ഇദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് വാഴകളെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. 3 അടി വാഴയുണ്ട്, 18 അടി വാഴയുണ്ട്. അതൊന്നും യൂത്ത് ലീഗിന് അറിയില്ല. ഒരു കാര്യം അറിയാം, 5 അടിക്കും 6 അടിക്കും ഇടയിൽ വളർന്നു പൊങ്ങിയ ഒരു പേട്ടുവാഴയെ കേരളത്തിന്റെ KCB മന്ത്രിയുടെ കസേരയിൽ ഇരുത്തിയതിന്റെ ഗതികേടാണ് കഴിഞ്ഞ 4 വർഷമായി കേരളം അനുഭവിക്കുന്നത്. രണ്ടാമത് ഇവിടെ സമരത്തിന്റെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏറ്റവും സങ്കടത്തോടെ പ്രയാസത്തോടെ ഈ സമരം നടത്തുന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് ഷാ എന്ന ഞങ്ങളുടെ സഹോദരന് നീതി കിട്ടാനാണ്. ഇവിടുത്തെ പോലീസിനോട് അധികാരികളോട് കുസ്തി പിടിക്കുക എന്നത് യൂത്ത് ലീഗിന്റെ രീതിയല്ല
ഞങ്ങളുടെ ശൈലിയുമല്ല. ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ കേഡർമാരാണ്, ഞങ്ങൾ ഇവരുടെ നേതാക്കന്മാരാണ്. ഒരു വര വരച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഈ കുട്ടികൾ അവിടെ നിൽക്കുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ കൂട്ടി വന്നത്. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ, ഈ സിസ്റ്റത്തെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ചു നിർത്താമെന്നല്ല. ഈ വരയങ്ങോട്ട് മാച്ചിട്ട് ഇവിടെ ഒരു വരയില്ല എന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചാൽ ഇതിനകത്തു കയറി കഴുത്തിൽ പിടിച്ച് പുറത്താക്കി കാണുന്നത് ഒരു വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നു. ആ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുമ്പോഴോ ഇവിടുത്തെ KSE ആ ഉത്തരവാദിത്വം അത് മിനിമം ഓഫ് ചെയ്യുക. അതുപോലും ചെയ്യാതെ മണിക്കൂറുകൾ അത് അവിടെ ഒരു 50 വയസ്സുള്ള സെന്റിമീറ്റർ ഉയരത്തിലാണ് അവിടെ ആ ലൈൻ കമ്പി പോകുന്നത്. നമ്മളെ CCTV ദൃശ്യങ്ങൾ കണ്ടല്ലോ. ഒരു കുട്ടി അതിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ഞൊടി സമയത്തിനുള്ളിൽ ആ കുട്ടി ഷോക്കേറ്റ് അവിടെ പിടഞ്ഞു വീണ് മരിക്കാണ്. ആ വാർത്തയെ കുറിച്ച് കേരളത്തിന്റെ മറ്റൊരു മന്ത്രി ചിഞ്ചൂറാണ് അവര് പറയുന്നത് ഇപ്പൊ കുട്ടികൾക്ക് അനുസരണയില്ല എന്നാണ്. ആ സിദ്ധാന്തം പ്രയോഗിച്ചാൽ ഇത് മുഹമ്മദ് ഷായുടെ തെറ്റാണ് എന്ന് പറയോ നിങ്ങള്? പൊട്ടുവീണ ലൈൻ കമ്പിയിൽ എന്തിനാ മുഹമ്മദ് ഷാ തൊടാൻ പോയത് എന്ന് ചോദിക്കോ നിങ്ങള്? എന്നിട്ട് സൂംബ ഡാൻസ് കളിക്കാണ് ഇന്നലെ കേരളത്തിന്റെ ഒരു മന്ത്രി. 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭൗതിക ശരീരം കണ്ട് കേരളത്തിന്റെ മനസാക്ഷി വിറങ്ങലിച്ചു നിൽക്കുമ്പോ ഇതുപോലെ ഒരു മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് അവരെ പ്രശ്നിക്കാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അനുസരണയില്ല. എന്നിട്ടോ പാട്ട് വച്ച് എറണാകുളത്തെ പരിപാടിയിൽ അവർ മിനിറ്റുകളോളം സുംബ ഡാൻസ് കളിക്കാണ്. ഈ കെടുകാര്യസ്ഥതയുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചു കളയുമെന്നുള്ള ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഈ അധികാരദാഷ്ട്യമുണ്ടല്ലോ, ആ അധികാരദാഷ്ട്യത്തെ നിലക്ക് നിർത്താതെ മുസ്ലിം യൂത്തിലേക്ക് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഒരു സംഭവമല്ല. നമ്മൾ നിലമ്പൂരിൽ കണ്ടല്ലോ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ ഇതുപോലെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കുമ്പോ അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഗൂഢാലോചനയാണ് എന്നാണ്. ഇവിടെ മുഹമ്മദ് ഷാ എന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇവിടുത്തെ മുതുവല്ലൂരിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടല്ല. ഇന്നിപ്പോ രാവിലെ പുറത്തു വരുന്ന ഒരു വാർത്ത, CPM ഈ നാട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവര് ആലപ്പുഴയിലെ ഒരു തകര ഷെഡിന്റെ മുൻപിൽ കൊടികുത്തി വെച്ചിരിക്കുകയാണ്. അവിടെ താമസിക്കുന്ന മനുഷ്യർ ഇന്നലെ ആശുപത്രിയിൽ പോയപ്പോ ആ വീട് താഴിട്ട് പൂട്ടി അവിടെ കൊടികുത്തി. എന്ത് ഈ KSEBയുടെ മുന്നിൽ അവരുടെ കൊടി പോകുന്നില്ല? നിങ്ങൾ സമരം ചെയ്യുന്നില്ല? നിങ്ങളുടെ കൊടി എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ തകര ഷെഡിന്റെ മുന്നിൽ കുത്തിവെക്കാനാണോ? ഈ നാട്ടിൽ നിങ്ങളുടെ അനുഭാവിയായ ഒരാൾ അയാൾ കൊല്ലപ്പെടുമ്പോ നിങ്ങൾ പാലിക്കുന്ന ഈ മൗനം, അതിനെയും മുസ്ലിം യൂത്ത് ലീഗ് ഈ സന്ദർഭത്തിൽ വിചാരണ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു വലിയ തർക്കമായി മാറും. നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇന്നലെ ഇപ്പൊ സ്കൂളിന്റെ മുകളിൽ ആ ലൈൻ കമ്പി പോകുമ്പോ അത് KSEBക്ക് ഓഫ് ചെയ്യാൻ നേരമില്ല, സ്കൂൾ അധികൃതർക്ക് അത് പരിശോധിക്കാൻ നേരമില്ല. അവിടുത്തെ MLA കോവൂർ കുഞ്ഞുമോൻ, അദ്ദേഹത്തിന്റെ വീടിന്റെ നേരെ നോക്കിയാൽ കാണാവുന്നത്ര അടുത്താണ് ഇന്നലെ ദുരന്തം നടന്ന ആ സ്കൂളുള്ളത്. KSEBയുടെ ഈ കെടുകാര്യസ്ഥത മുതുവല്ലൂരിലും ഒരു കാര്യം നാട്ടുകാർ വിളിച്ചറിയിക്കുമ്പോ ഞങ്ങൾ ചോദിക്കുന്നത് ലളിതമായ ചോദ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകുമെങ്കിൽ ആ പ്രദേശത്തേക്കുള്ള വൈദ്യുതി ഓഫ് ചെയ്യേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം ഉണ്ടോ ഇല്ലയോ? യൂത്ത് ലീഗിന്റെ ഒന്നാമത്തെ ചോദ്യമാണ്. ഒരു ഫോൺ കോൾ നിങ്ങൾ സ്വീകരിച്ചാൽ ആ ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ലൈൻ കമ്പി പൊട്ടിക്കിടക്കുന്നു എന്ന് നാട്ടുകാർ വിളിച്ചറിയിച്ചാൽ അത് ഓഫ് ചെയ്യാൻ അവരുടെ സംവിധാനങ്ങളില്ലേ, അവരറിയിച്ചാ പോലെ ആ കോള് കട്ട് ചെയ്ത് മറ്റൊരു ഫോൺ കോൾ വിളിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രദേശത്തേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഓഫ് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം ഇവിടെ ഇരിക്കുന്ന ഈ പൊന്നു തമ്പുരാന്മാർ കൊടുത്തിരുന്നുവെങ്കിൽ മുഹമ്മദ് ഷാ എന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇവരുടെ ഈ കെടുകാര്യസ്ഥതയാണ്. യൂത്ത് ലീഗിന്റെ ഈ സമരം വീക്ഷിക്കുന്ന ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ പറയുന്നത്, മുഹമ്മദ് ഷാ എന്ന മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇവര് ഓഫീസിൽ നിന്നൊന്ന് താഴെ ഇറങ്ങുക പോലും വേണ്ട. ഒരു ഫോൺ വരുമ്പോ അതിനോടൊന്ന് റിയാക്ട് ചെയ്താൽ മതി. അതിന് നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഫീൽഡിലുള്ള ഈ ലൈൻമാൻമാരെ ഒന്ന് അറിയിച്ചാൽ മതി. അതുപോലും ഞങ്ങൾ ചെയ്യില്ല എന്നാണെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ
നികുതി പണം നിങ്ങൾ ശമ്പളമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള പണിയെടുക്കാതെ മുസ്ലിം യൂത്ത് ലീഗ് മടങ്ങിപ്പോകും എന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് രാഷ്ട്രീയമല്ല, ഇത് ലീഗും കോൺഗ്രസും യൂത്ത് ലീഗും CPM അല്ല. അവരാ ഒരു ഫോൺ കോൾ വിളിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ ഇവിടെ നഷ്ടപ്പെടില്ലായിരുന്നു. അതാണ് സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. ഇപ്പോഴോ ഇനി ഞങ്ങൾക്കറിയാം, നിങ്ങൾ റിപ്പോർട്ട് തേടും അല്ലേ? ഈ ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുള്ള ഗവൺമെന്റ്. കെട്ടിടം വീണ് തകർന്ന് വീണ് ആശുപത്രിയിൽ ആള് മരിച്ചാൽ അതിന് റിപ്പോർട്ട്, എന്നിട്ടോ ആ റിപ്പോർട്ട് എടുത്ത് അട്ടപ്പുറത്ത് വെക്കും. ഇപ്പൊ നിലമ്പൂരിൽ ആ കുട്ടി മരിച്ചപ്പോ അതിനൊരു റിപ്പോർട്ട് തേടിയിരുന്നില്ലേ? നിങ്ങള് തേടിയിരുന്നില്ലേ? ഇന്നലെ രാവിലെ കൊല്ലത്താ കുട്ടി കൊല്ലപ്പെടുമ്പോ നിങ്ങൾ പറയുന്നത് റിപ്പോർട്ടിനെ കുറിച്ചല്ലേ? അങ്ങനെ മുതുവല്ലൂരിലും റിപ്പോർട്ട് വാങ്ങി. പാവപ്പെട്ട മുഹമ്മദ് ഷായുടെ മരണത്തിന്റെ ആ കാരണക്കാര് റിപ്പോർട്ട് അന്വേഷണമെന്ന് പറഞ്ഞ് സംരക്ഷിക്കാമെന്ന് ഇവിടെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ കൊക്കിൽ ജീവനുള്ളിടത്തോളം യൂത്ത് ലീഗ് അത് സമ്മതിക്കും. നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ നിലക്ക് നിർത്താൻ നാട്ടുകാരുടെ ജീവൻ കൊണ്ട് കളിക്കുന്ന നിങ്ങളുടെ ഈ നെറുകെട്ട സിസ്റ്റത്തിന്റെ ചെവിക്കുന്ന് ചോദ്യങ്ങൾ ചോദിക്കാനാണ് യൂത്ത് ലീഗ് സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കാൻ ഇഷ്ടമുള്ളവരെ, ഒരുപാട് ദീർഘമായി ഇവിടെ സംസാരിക്കേണ്ടതില്ല. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. നമ്മള് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളിപ്പോ ആവശ്യപ്പെടുകയാണ്, ആ കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം. സംഭവിക്കുന്ന ഒരു കാര്യം, നഷ്ടപരിഹാരം ഇവരങ്ങ് പ്രഖ്യാപിക്കും. ഇപ്പൊ ഒരു മനുഷ്യജീവന്റെ ശരാശരി വില കേരളത്തിൽ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണ് ഈ ഗവൺമെന്റ് ഇട്ട വില. ബിന്ദുവിന്റെ വീട്ടിൽ പോവും, ബിന്ദുവിന്റെ കുടുംബക്കാർക്കാണ് 10 ലക്ഷം കൊടുക്കും. ഇപ്പൊ കുട്ടിക്ക് ഇന്നലെ 5 ലക്ഷം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. നിലമ്പൂരിലെ കുട്ടിക്ക് ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും മുഹമ്മദ് ഷായ്ക്ക് സാമ്പത്തിക സഹായം കിട്ടണം, നഷ്ടപരിഹാരം കിട്ടണം, അത് കൊടുക്കുകയും വേണം. അപ്പൊ പിന്നെ അതെന്താണ്? അവിടെ പിന്നെ ആരും മിണ്ടിക്കൂടാ, ഞങ്ങള് നഷ്ടപരിഹാരം കൊടുത്തല്ലോ എന്നാണ്. നഷ്ടപരിഹാരത്തിന്റെ വാർത്ത വായിച്ചിട്ട് തിരികെ ഒരു പക്ഷേ DYFI-കാരൻ ഇരുന്നേക്കാം. മാതൃകാപരമായ നടപടിക്ക് അവരെ വിധേയരാക്കണം. ഇത്ര ഗുരുതരമായ ഒരു കൃത്യവിലോപം, ഇത്ര ഗുരുതരമായ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. രണ്ടാമത് ഉദ്യോഗസ്ഥരാണോ അവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണം. അന്വേഷണ റിപ്പോർട്ട് വന്ന് അത് പരിശോധിച്ച് നിങ്ങൾ മുഹൂർത്തം കുറിച്ച് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സമയത്തിന് അത് ഉണ്ടായാൽ പോരാ. ഈ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ കാരണമായ കൃത്യവിലോപം നടത്തിയ ആളെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പുറത്താക്കിയിട്ടില്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സമരത്തിന്റെ രൂപം മാറുന്നത് നിങ്ങൾ കാണും. അങ്ങനെ ഈ മനുഷ്യരെ നിങ്ങൾക്ക് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നത്തെ ഈ രൂപത്തിൽ വഷളാക്കിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊരു വര വരച്ചു കൊടുക്കും, അവിടെ ഈ കുട്ടികൾ നിർത്തും. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളുടെ ശൈലിയല്ല, ഞങ്ങൾ ആ സമര ശൈലി സ്വീകരിക്കുന്നതാണ്. സമരത്തിന്റെ തീക്ഷണത എന്താണെന്ന് അധികാരികൾക്കും താക്കീത് നൽകിക്കൊണ്ട് ഇവിടെ മുഴുവൻ നേതാക്കളോടെ ഔപചാരികമായി ഈ സമരത്തിന്റെ ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ സമരം ഇവിടെ നടത്തുന്നത് നമുക്കൊക്കെ അറിയാം. ഒരു പാവപ്പെട്ട സഹോദരൻ സ്ട്രോക്ക് അടിച്ച് മരിച്ചതിന്റെ ഭാഗമായിട്ട് യൂത്ത് ലീഗ് മുതുവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലൈൻ കമ്പി പൊട്ടി വീണ അത് ബന്ധപ്പെട്ട KCB ഓഫീസർമാരെ അറിയിക്കുക. അങ്ങനെ അറിയിച്ചിട്ട് പോലും അതിനെ ധിക്കരിച്ചുകൊണ്ട് അതവിടെ നന്നാക്കാൻ തയ്യാറാകാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കൊന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബന്ധപ്പെട്ട ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനും ഞങ്ങളെ തള്ളി മാറ്റാനും ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ KCB-യിലെ അത്തരം ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇത്തരം ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളെ തടയുന്ന പോലീസ് ഓഫീസർമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഞങ്ങൾ ഇത്തരം സമരങ്ങൾ സംഘടിക്കുന്നത് ഞങ്ങൾക്ക് വലുതാകാനോ യൂത്ത് ലീഗിന് വളർച്ച കിട്ടാനോ അല്ല. നേരെ മറിച്ച് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് നാളെ ഈ ഗതി വരരുതെന്ന് വിചാരിച്ച് ഈ രാജ്യത്തുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടം ഞങ്ങൾ നടത്തിയിട്ടില്ലേ. ഇവിടെ കേരളത്തിൽ ഒരു മരണം ഉണ്ടാകും, നിങ്ങൾ പരിശോധിക്കുക. ഇന്നലെ കൊല്ലത്ത് ഒരു പിഞ്ചു കുട്ടി, ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടി ഇതേപോലെ ഷോക്ക് അടിച്ച് മരണപ്പെട്ട്. അപ്പൊ നേരത്തെ ഇവിടെ മുൻ പ്രാസംഗിക പറഞ്ഞതുപോലെ ഒരു കൊല്ലത്ത് ജയിച്ച് MLA ആയ ഒരു മന്ത്രി ചിഞ്ചു റാണി ഇന്നലെ എറണാകുളത്ത് വെച്ച് സുംബ ഡാൻസ് കളിക്കുക. ആലോചിച്ച് നോക്കി. ഇത്തരം ഉടുപ്പ് കെട്ട നാറിയ ഒരു മന്ത്രിമാർ, മന്ദബുദ്ധികളായിട്ടുള്ള ഒരു മന്ത്രിമാർ ഈ പിണറായി വിജയന്റെ ഭരണത്തിലല്ലാതെ ഇതുവരെ കേരളം കണ്ടിട്ടുണ്ടോ? ഇവിടെ മുഴുവൻ KCB-ക്കാർ തമ്മാടികളാണെന്ന് പറയില്ല. എന്നാൽ ചില തമ്മാടികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ KCB-യിലുണ്ട്. ഒരു സംശയം കരുതണ്ട. ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ഒരു ഫീസ് അടക്കാൻ വൈകിയാൽ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ഫീസ് ഊരല്ലോ. എന്നാൽ ഇവിടുത്തെ മുതലാളിമാരുടെ വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ ഫീസ് ഊരാൻ നിങ്ങൾ തയ്യാറാവോ? ആവണല്ലോ. അങ്ങനെ പാവപ്പെട്ടവരെ മാത്രം ദ്രോഹിക്കുന്ന ഒരു സംവിധാനം എന്തിനാ കേരളത്തിൽ? ഇന്നലെ ആ കുട്ടി മരിച്ചപ്പോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാജ്യത്ത് മുഴുവൻ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കേരളത്തിൽ തുടർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ കൊട്ടപ്പുറത്ത് ഇന്നലെ മുഴുവൻ ചാനലുകാർ വന്നില്ലേ? ഞങ്ങളെ കൊട്ടപ്പുറത്ത് ഇന്നലെ ഒരു ഭിന്നശേഷിക്കാരിയായ കുട്ടി മരണപ്പെട്ടില്ലേ? എങ്ങനെയാണ് മരണപ്പെട്ട്? എന്റെ സഹോദരന്മാർ കേട്ടോളി. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു ദളിത് യുവാവിന്റെ മകള, ഒരു ഭിന്നശേഷിക്കാരിയ. ആ ഓട്ടോറിക്ഷ വിറ്റ് ചികിത്സ നടത്തി കൊണ്ടോട്ടിയിലെ പല ഹോസ്പിറ്റലുകളിലും പണം മുഴുവൻ കാലിയായി. ആ സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആ ഭിന്നശേഷി കുട്ടിയെ. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥന്മാർ എന്താ പറഞ്ഞാലോ, ICUവിൽ ചെലഞ്ഞ ഒരാൾ മരിക്കണം, ഒരാൾ മരിച്ചാലേ നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഇപ്പൊ മരിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളല്ല പറഞ്ഞത്, ആ കുട്ടിയുടെ ബന്ധുക്കൾ പറയാ. എന്നിട്ട് രോഗികളായി ചെന്നവര് ഒരാളെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികാണ് ഈ കേരളത്തിലെ നാറിയ ഈ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉണ്ടാവുക. നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്നിട്ട് ആ കുട്ടിയെ അവിടുന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നടത്തി. ഒരു 2 ദിവസത്തിൽ 1,10,000 രൂപ ബില്ല് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ കൊട്ടപ്പുറത്ത് മുണ്ടോട്ട് വാട്സപ്പ് ഗ്രൂപ്പ് പല നാട്ടുകാര് പിരിവ് നടത്തി ആ പണം അടച്ച് അതിലും കുറച്ച് ബുക്ക് KCB ICU ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ടുപോകണ വഴി ആ കുട്ടി ഈ ദുനിയാവിനോട് വിട പറഞ്ഞു പോയി. ആരെ കുറ്റ? ഇവിടുത്തെ പാവപ്പെട്ട ദളിതർക്ക്, ആദിവാസികൾക്ക്, പണമില്ലാത്തവന് ആകെ ആശാ കേന്ദ്രം ഇവിടുത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജില്ലേ? അവിടെ ചികിത്സ ഉണ്ടോ? ഒരു കുട്ടി മരണപ്പെട്ട കഥയാ പറഞ്ഞേ. ഇങ്ങനെ എത്ര. അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഈ രാജ്യത്തോടെ വിളിച്ചു പറഞ്ഞില്ലേ, ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കാൻ, ഓപ്പറേഷൻ ചെയ്യാൻ ഇവിടെ ഉപകരണങ്ങളില്ല. ഇവിടെ ആ ഡോക്ടർ നേരെ ചാടുക. നിങ്ങൾ ചിന്തിച്ചു ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കി. ഇങ്ങനെ ഒരു നാറിയ ഭരണല്ലേ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരോടും KCB-യിലെ തമ്മാടികളായിട്ടുള്ള നാറുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനെന്താ അറിയോ? ഇതേപോലെ ചട്ടത്തരങ്ങൾ ചെയ്താൽ ഈ സമരത്തിന്റെ രൂപം ഇതായിരിക്കില്ല. ഞങ്ങൾ 4 ആൾ വിചാരിച്ചപ്പോ പോലീസിന്റെ മറികടന്ന് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ കയറാൻ പറ്റിയ തണ്ടാടികളായിട്ടുള്ള ആൺകുട്ടികളും യൂത്ത് ലീഗിലുണ്ടെന്ന് മനസ്സിലായിക്കോളെ. ഞങ്ങൾ അത് കയറും, ഒരു വരും, ഞങ്ങൾ കയറും. ഇത്തരം നാളുകളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൈത്തിൽ ചെരുപ്പ് മാലിട്ട് ഞങ്ങൾ വോട്ടുമ്പോ കൂടെ നടത്തിക്കും. അതിനൊന്നും മടിയില്ല. അതിലൊക്കെ വന്നാൽ കേസിനൊരു കണക്കുണ്ട്. എല്ലാ കൊലക്കുറ്റത്തിനും കേസിൽ കൂടല്ല. ഇത്തരം നാളുകളെ ഇവിടുത്തെ ഭരണാധികാരികൾ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ ആ നിലക്ക് നിർത്തുന്ന പണി ഇവിടുത്തെ യൂത്ത് ലീഗിൽ എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇവിടുത്തെ CPM-നോട് ചോദിക്കാറില്ലേ? നേരത്തെ KC മമ്മൂട്ടി ചോദിച്ചല്ലോ, എന്താ ഇവിടുത്തെ ചില ആളുകൾക്ക് സമരത്തിന് നിങ്ങൾക്ക് ജനകീയ സമരമായിക്കൂടെ ചോദിച്ചേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ജനകീയ സമരമാക്കണം. MLA-ന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ DYFI-കാരനവിടെ ഒരാള് പാവപ്പെട്ട ഒരു സഹോദരനെ ഷോക്കടിച്ച് വെച്ചപ്പോ എന്താ ഈ KCB-യിലേക്ക് മാർച്ച് നടത്തുന്നില്ല? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഞാനൊരു പഴയ DYFI-കാരനായിട്ട് പറയാ. ഇവിടുത്തെ KCB-യിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോ എന്തുണ്ടാവുമല്ലോ, ഓരോ യൂണിയന്റെ സപ്പോർട്ട് ഉണ്ടാവും. അത് ഈ CPM ഭരിക്കുമ്പോ കേരളത്തിലെ ഏത് ബ്യൂറോക്രസിനെ നിലക്ക് നിർത്താൻ ചില ആളുകൾക്ക് കഴിയൂല. കാരണം എന്താ അറിയോ? ഓർക്ക് നാറിയ ഒരു യൂണിയന്റെ സപ്പോർട്ട് ഉണ്ടാവും. അത് ഉള്ളിടത്തോളം കാലം ഇവർ ചിലപ്പോ അഹങ്കാരത്തിന്റെ തണ്ടുപയോഗിച്ച് നടക്കും. എന്നാൽ ഞങ്ങളെ കയറി വന്ന് ചില ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ ചിലപ്പോ അതിൻ്റെതായിട്ടുള്ള പണി ഞങ്ങൾ എടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര പോരാളികൾക്കും 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് യൂത്ത് ലീഗ്. പ്രത്യേകിച്ചും ഇവിടെ കൂടിയ ആളുകളോട് പറയാനുള്ളത്, ഇത് മുതുവല്ലൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള സമരമാണ്.
ഇവിടെ കൊണ്ടോട്ടി നിയോജകമണ്ഡല കമ്മിറ്റി ഉണ്ട്, മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് ഉണ്ട്, വേണ്ടി വന്നാൽ സംസ്ഥാന യൂത്ത് ലീഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യൂത്ത് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൊടിയും മടക്കി വെച്ച് തിരിച്ചു പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ സമരം തുടങ്ങിയതാണ്. സാധാരണ പലരും പറയും സൂചനയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സൂചന എന്ന് പറയുന്നത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ കാണാൻ കഴിയൂ. ഞങ്ങൾ ആ സമരത്തിൽ പൂതികെട്ട ആൾക്കാരല്ല. ഞങ്ങൾക്കറിയാലോ, പറയുന്നതിന് മുമ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ശൈലിയാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും ഇവിടെ മരണപ്പെട്ട വ്യക്തിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ജനകീയമായിട്ടുള്ള മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിടുവാൻ CPM നടത്തുന്നത് പോലുള്ള കളികളോ അല്ല. ജനകീയമായ പ്രശ്നമാണ്. ഇപ്പം ഇന്നലെ മാത്രം ചിഞ്ചു റാണിയുടെ ജില്ലയിൽ ഒരു മിഥുൻ എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചിട്ട് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കാത്ത സ്വഭാവമാണ് എന്നൊരു മന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് ആ മന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് തിരിച്ചു പറയുകയാണ്. അവരോട് കാരണം ചോദിക്കുകയാണ്, വിശദീകരണം ചോദിക്കുകയാണ്. ഒരു മന്ത്രി വനിതയായിട്ട് പോലും അവർക്ക് മനസാക്ഷി ഇല്ലാതെ പോയതിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിൽ ഉയർന്നു വരുന്ന ചെങ്കൊടിയാണ് എന്ന് തിരിച്ചറിയാൻ മലയാളികൾ തയ്യാറാവേണ്ടതുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, പിന്നെ ഷെരീഫ് കൊട്ടപ്പുറം ഇന്നലെ പുളിക്കൽ പഞ്ചായത്തിലെ സുരേഷിന്റെ മകൾ അശ്വതി മരിച്ചത് എങ്ങനെയാണ്? നമുക്ക് പക്ഷേ അവർ ചിരിയല്ല ഇവിടെ വരേണ്ടത്. കോഴിക്കോട് കാഷ്വാലിറ്റിയിൽ പുതുതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിൽ നിന്ന് രോഗികളെ മുഴുവൻ മാറ്റി. കഴിഞ്ഞ ദിവസം എന്തിനാ മാറ്റിയത്? പഴയ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. ഒന്നാകെ തീപിടുത്തമുണ്ടായി. ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആൾക്ക് പരാതിയില്ല, അല്ലെങ്കിൽ അതിന് പിന്നെ ഒത്താശ ചെയ്തു കൊടുത്ത സർക്കാരിന് പരാതിയില്ല. എന്നാൽ പാലാരിവട്ടം പാലം ഇവരുടെ കാലത്ത് പൂർത്തിയാക്കിയപ്പോൾ ആ മന്ത്രിയെ പിടിച്ച് ജയിലടക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നു. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് ഭരണ സ്വാധീനവും അല്ലെങ്കിൽ പോലീസിന്റെ ഒത്താശയും വേണ്ടി വരും. മുസ്ലിം യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവരൊക്കെ പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു സമരം ഉണ്ടായി. കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനെ ഉൾപ്പെടെ ചില പോലീസുകാർ കോളറൊക്കെ പിടിച്ച് ഉള്ളിൽ കയറ്റുമ്പോൾ നിസ്സബ് പറഞ്ഞൊരു കാര്യമുണ്ട്, കോളറിൽ തൊട്ട് കളിക്കേണ്ട. ആ പോലീസുകാരോടും യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹി എന്നുള്ള നിലക്ക് കൊണ്ടോട്ടിയിലെയും കേരളത്തിലെയും എല്ലാ പോലീസുകാരോടും പറയണം, മാന്യമായി പോലീസിന്റെ പണിയെടുത്താൽ ഞങ്ങൾ നിങ്ങൾ ബഹുമാനിക്കും. അല്ല AKG സെന്ററിലെ ഗുണ്ടകളുടെ പണിയാണെങ്കിൽ എടുക്കുന്നെങ്കിൽ തെരുവിലൂടെ പട്ടിയെ തല്ലുപോലെ ഈ കാക്കിയിട്ടവർ തല്ലേണ്ട ഗതികളിലേക്ക് ഞങ്ങൾ പോകുമെന്ന് ഉത്തരവാദിത്വബോധത്തോടെ പറയുകയാണ്. ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കൊലക്ക് കൊടുത്തപ്പോ അതിന് ജനാധിപത്യ രീതി പ്രതിഷേധിച്ചപ്പോ നിങ്ങൾ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ വരെ നിമിഷ നേരം കൊണ്ട് പോലീസ് വണ്ടിയിൽ കയറ്റാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടെങ്കിൽ നേരിടാനുള്ള കരുത്ത് യൂത്ത് ലീഗിനുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. ഇന്നലെ നിങ്ങൾ കണ്ട തിരുവമ്പാടിയിൽ MSFന്റെ പ്രസിഡന്റ് 4 തവണയാണ് ഈ ആഴ്ച ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. 5ാമത്തെ തവണ ആ കുട്ടി പ്രതിഷേധത്തിന് വന്നത്. അതാണ് യൂത്ത് ലീഗ് MSF. നിങ്ങൾ DYFIക്കാരെ കാണുമ്പോൾ പേടിച്ചോടുന്നവരല്ല. SFIക്കാരെ പോലെ 4 ആളെ മുന്നിൽ കാണുമ്പോൾ ബഡായി പറയുന്ന ആർഷോമാരല്ല യൂത്ത് ലീഗിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുതുവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി ഈ KCB ഓഫീസിലേക്ക് ധർണയുമായി മാർച്ചുമായി വന്നിട്ടുള്ളത് ഒരു മനുഷ്യനെ കൊന്നതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. ജീവൻ തിരിച്ചു കൊടുക്കാൻ എന്തായാലും കഴിയില്ല. എന്നാൽ ആ കുടുംബത്തിന് നാഥനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ മാത്രം കാരണമാണ്. 2 തവണ ഇങ്ങോട്ട് വിളിച്ചല്ലോ. ആ മരണപ്പെട്ട വ്യക്തി തന്നെ 11 മണിക്ക് ഇങ്ങോട്ട് വിളിച്ചല്ലോ. അദ്ദേഹത്തിന് ഭാര്യ എന്തുകൊണ്ട് മരണപ്പെടാതെ പോയി? കെട്ടിടത്തിന് മുകളിലായതുകൊണ്ട്. താഴോട്ട് വന്ന് ഭർത്താവ് മരിക്കുന്നത് കാണുമ്പോൾ ഏത് സ്ത്രീയും എന്ത് ചെയ്യും? അറിയാതെ പിടിച്ചു പോകും. അങ്ങനെ പിടിച്ചു പോയെങ്കിൽ ഇന്ന് മാതൃഭൂമി വാർത്ത റിപ്പോർട്ട് ചെയ്ത രാവിലെ പിടിച്ചു പോയിരുന്നെങ്കിൽ ആ ഉമ്മ കൂടി ആ കുടുംബത്തിന് പോകില്ലായിരുന്നു. നിങ്ങളിപ്പോ എന്താ പറയുന്നത്? എന്താണ് പറയുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാൻ. നേരത്തെ ഷിബു മീരാനും ഇവിടെ യൂത്ത് ലീഗ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ ആക്ഷനാണ് ആവശ്യം. ഇതിന് നടപടിയാണ് ആവശ്യം. ഇവിടുത്തെ ആരാണോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അവർക്ക് കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം. അതിന് മുസ്ലിം യൂത്ത് ലീഗ് ആ ലക്ഷ്യം നിറവേറും വരെ സമരരംഗത്തുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുതുവല്ലൂർ പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. 200ഓളം വരുന്ന മുസ്ലിം യൂത്ത് ലീഗ് ഗവൺമെന്റിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ മുഹമ്മദ് നിയാസിയുടെ ശ്രമഫലമായി അഭിമന്യനായ പഞ്ചായത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി നിങ്ങൾക്കൊരു ധാരണയുണ്ടാകും. ആദ്യംപാറയിലെ വിനോദസഞ്ചാരത്തിൽ കയറിയിരിക്കുന്നത് പോലെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സ്നേഹമുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ, നേതാക്കളെ, ഞാൻ നിയമപാലകരുമായിട്ടുള്ള സംഘടനകളെല്ലാം ഉദ്ദേശിക്കുന്നതെന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംഘം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംഘടന
നിർദ്ദേശിക്കുകയാണ്. ഇനി വന്നാൽ ഇതുപോലെ കീഴടങ്ങി കൊലയാളിനെ പുറത്തേക്ക് യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, മുഹമ്മദ് സായെ കൊന്നുതള്ളിയ, മുഹമ്മദ് സായെ കൊന്നുതള്ളിയ ACB മൂരാച്ചി, ACB മൂരാച്ചി നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു.
യൂത്ത് ലീഗിൻ്റെ ചർച്ച നടത്തുകയാണ്. അതിനുള്ള അവസരം ഇതിന്റെ പ്രവർത്തകർക്കൊക്കെ അത് മോശം. അപ്പൊ അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ആ ഉദ്യോഗസ്ഥനെ ഇവിടെ ജോലി ചെയ്യാൻ ഇവിടെ അനുവദിക്കും. അതെ, എന്താണ് നിലവിൽ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? നടപടി എടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? നടപടി എടുക്കാനുള്ള എല്ലാ റിപ്പോർട്ടുകളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈറ്റ് മിസ് തയ്യാറാക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വന്ന് പരിശോധിച്ചു. ഉദ്യോഗസ്ഥ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കുന്ന ഉറപ്പ് വന്നിട്ടുണ്ട്. അല്ല, ഇന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടും. ഞങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ 100 ആളുകൾ പുറത്തുണ്ട്. നമ്മൾ സാറെ ഒറ്റ വാക്കിന് മുകളിലാണ് ഈ സമരത്തിൽ കുറ്റവാളിനോട് കയറ്റിയാണ് ഞങ്ങൾ നേതാക്കളെ മറ്റൊരു ഒരു കാര്യം പറയുന്നത്. ഇത് ഞങ്ങൾ ഉത്തരവാദപ്പെട്ട രൂപത്തിൽ പോലീസിനെ അറിയിച്ച് ഏറ്റവും മാന്യമായി നിങ്ങൾ പേര് കയ്യൊത്താക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനെ അറിയിച്ച് ഏറ്റവും മാന്യമായി ഞങ്ങൾക്ക് സമരം. ഈ സമരത്തിൽ നിങ്ങൾ ജാഗ്രത നടപടിയിട്ടില്ല. നിങ്ങളെ ഔദ്യോഗിക ഞങ്ങൾ മനസ്സിലാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വൃത്തിയുള്ള നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാൻ ഞങ്ങൾ ഓഫീസിൽ നിന്നും ഞങ്ങൾ ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ പോകും. അതിന് എന്ത് ഓലക്കം എന്നാണ്. കാരണം നിങ്ങൾക്ക് വളരെ ശക്തമായ വെളിച്ചം ഉണ്ടായിട്ടുണ്ട്. തലേ ദിവസം അയാൾ ഈ പിടിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തലേ ദിവസം ഇല്ലേയും പോയിട്ട് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. രാവിലെ 3 പ്രാവശ്യം ഓഫീസിൽ പോയി വിളിച്ചിട്ടുണ്ട്. നിങ്ങളാരും പോയിട്ടില്ല എന്ന് മാത്രമല്ല ഒരാളെ ഈ ഓഫീസിൽ നിന്ന് വിട്ടിട്ടുണ്ട്. എന്നിട്ടുള്ള അനങ്ങാപാടിന് ആശയം അത് ഒരു തരം ചരിത്രമാണ്. യാതൊരു തർക്കമില്ല. കേരളത്തിൽ നമ്മൾ സാധാരണക്കാർ നീതിപ്പണം കൊണ്ടാണ് ഈ പരിപാടി എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ ഉത്തരവാദിത്ത നിർമ്മാണം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. ഈ സമയം കൂടെ അവസാനിപ്പിക്കട്ടെ. ആ കാര്യങ്ങൾ വർത്താനത്തിന് മുകളിൽ പക്ഷേ ഈ സമയം കൂടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഞങ്ങൾ ഈ ഓഫീസിൽ വരും. സംശയമാണ് ആ ഉദ്യോഗസ്ഥന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാതെ ഞങ്ങൾ അയാൾ കൊണ്ടുപോകും. ഇന്ന് 5 മണിക്ക് ശേഷം ആ ഉദ്യോഗസ്ഥരുടെ നടപടിയില്ലെങ്കിൽ ഇതിനേക്കാൾ സംശയമായി ഇതിനേക്കാൾ നല്ല ഞങ്ങൾ പോലീസ് അറിയിക്കാതെ ഓഫീസ് ഇന്ന് 5 മണിക്ക് ശക്തമായ സമരമായിരിക്കും സാർ. നമ്മളിപ്പോ മാന്യമായിട്ട് തന്നെ എല്ലാ മാന്യതയുടെ അംശത്തും നമ്മൾ പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി പേപ്പേഴ്സ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു കഴിഞ്ഞു. ഈ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം എനിക്കില്ല, അധികാരം എനിക്കില്ല. ചീഫ് എഞ്ചിനീയേഴ്സ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയേഴ്സ്, എക്സിക്യൂട്ടീവ് ലെവലുണ്ട്. സന്ദർശിച്ച് പോയി ജനവികാരം ഇവിടുത്തെ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ സന്ദർശിച്ചല്ലോ. ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലൈന്റ് കുട്ടി കണ്ടില്ല പറഞ്ഞിട്ട് 7 റിപ്പോർട്ട് പോയിട്ടുണ്ട്. 7 ദിവസമായ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. 7 റിപ്പോർട്ട് പോയിട്ടുണ്ടാണ് അയാളെ ഒരു താൽക്കാലിക ലീവെങ്കിലും എടുക്കാതെ ജോലി ചെയ്ത് നടത്തിയത് പിന്നെ ഞങ്ങൾക്ക് അയാൾ നാളെ മുതൽ ഇവിടെ ഇന്ന് മാത്രം വരാൻ പാടില്ല. ഒരു ഹെഡ് ഉണ്ടാവില്ലേ ടീമായിട്ട് പോയിക്കാണ്. അല്ല ഈ വിഷയ സംബന്ധമായി ഡയറക്ഷൻ കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? പേര് എഴുതരാം. പേര് മാത്രമേ ആൾ ഇന്ന് തന്നെ കേശ ആളുകൾ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് കേശ ആളുകളുണ്ട്. ഈ സാറ് സമരം വേറെ രീതിയിൽ അവസ്ഥയിൽ കഴിയുമ്പോൾ നമ്മൾ അറിയുന്നുള്ളൂ. മറ്റും ജസ്റ്റ് കമ്മിറ്റുന്നത് പോലെയല്ലേ. റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഉദ്യോഗസ്ഥരല്ലേ
നാട്ടുകാരെ, സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹം തന്ന പ്രിയപ്പെട്ട കൊണ്ടോട്ടി CI സാറുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടം നടത്തിയ ചർച്ചയിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ആ ഉദ്യോഗസ്ഥനെതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന AEയുടെ ഉറപ്പിൻ്റെ മുകളിൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് താൽക്കാലികമായി ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങൾ മീഡിയക്കാരോട് ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന് ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയോ മതമോ മറ്റൊരു കാര്യമില്ല. ആവർത്തിച്ച് പറയുന്നു, ഇവിടെ KSEB-ക്കാരുടെ അലംഭാവം കൊണ്ട് ഒരു ജീവൻ പോയിരിക്കുകയാണ്. ഒന്നൊന്നല്ല, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ സെക്ഷൻ ഓഫീസിന് കീഴിൽ ഇനി ഒരു സംഭവത്തിന് ഞങ്ങൾ അവസരം കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് പോലീസിനെയോ മീഡിയയോ അറിയിക്കാതെ ഈ ഓഫീസിലേക്ക് ഒരു കയറ്റം കയറും. അത് ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ കൊണ്ടേ പോകുള്ളൂ എന്നാണ് മീഡിയക്കാരെ പറഞ്ഞത്. ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ വളരെ മോശകരമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചെന്ന് പ്രിയപ്പെട്ട മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്റെ ഉറപ്പിന്റെ മുകളിൽ പ്രിയപ്പെട്ട AEയുടെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് താൽക്കാലികമായി മുസ്ലിം യൂത്ത് ലീഗ് മുതുവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനല്ല, ഡയറക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനതിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് അടുത്ത സമരം ഇല്ല
ഓഫീസിനകത്തേക്ക് പോലീസിന്റെ പ്രതിരോധം മറികടന്നുകൊണ്ട് അകത്തേക്ക് ഒരു എവിടെ വിട്ടേക്ക് അവിടേക്കോ മീഡിയന്റെ MLA ഒന്ന് ഔദ്യോഗിക മീഡിയന്റെ ആളുകൾ മാധ്യമപ്രവർത്തകരോട് മീഡിയ MLA ഔദ്യോഗിക തീരുമാനമെടുക്കുമെന്നുള്ള റിപ്പോർട്ട് നടപടി എടുത്തു പറഞ്ഞില്ല. നടപടി എടുക്കാനുള്ള റിപ്പോർട്ട് അയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ ഇന്നലെ രാത്രി മുതൽ ഇതുവരെ ഈ സമയത്തിന്റെ ഓരോ നിമിഷങ്ങളും ഗവൺമെന്റ് തലത്തിലും ഉദ്യോഗ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരുന്ന ബഹുമാന്യനായ MLA ഇതിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഇവിടെ വിശദീകരിക്കും. ബഹുമാന്യനായ MLA TV ആ കാര്യങ്ങളും കൂടി വിശദീകരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. നിരപരാധിയായ ഒരു മനുഷ്യനെ ഉദ്യോഗസ്ഥന്മാരുടെയും KSEBയുടെയും അനാസ്ഥ കാരണം കൊന്നതാണ്. ഇന്നലെ മിഥുന് സംഭവിച്ചതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഞാനിപ്പോൾ വീട് സന്ദർശിച്ച് വരികയാണ്. ആ വൈദ്യുതി ആഘാതമേറ്റ സ്ഥലവും സന്ദർശിച്ചു.
അവിടെ കാണുന്നത് ഈ കർഷകനായ ഈ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട് പിറകിലുള്ള ഒരു തെങ്ങിന് തടം തുറക്കുക എന്ന് പറയും. തെങ്ങിന് വളമിടാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ഭാഗത്ത് മണ്ണ് നീക്കിയിട്ട് നേരെ എടുത്ത് കാലെടുത്ത് ചവിട്ടിയത് ഈ വൈദ്യുതി കമ്പിയിലേക്കാണ്. അദ്ദേഹം ഇത് അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കറണ്ട് പോയിട്ടില്ല. അതേസമയം മറ്റ് തൊട്ടടുത്ത ഈ വൈദ്യുതി ലൈൻ പോകുന്ന മറ്റു 2-3 വീടുകളിലേക്കുള്ള വൈദ്യുതി മിനിയാന്ന് തന്നെ നിലച്ചിരുന്നു. അപ്പം അതുകൊണ്ട് മിനിയാന്ന് രാത്രി 12 മണിക്ക് അവർ KCB ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാവിലെ 9 മണിക്കും വിളിച്ചിട്ടുണ്ട്. ഇന്നലെ 12 മണിക്കും വിളിച്ചിട്ടുണ്ട്. 3 തവണ KCB ഓഫീസിൽ വിളിച്ചിട്ടും അവർ അതിന് പ്രതികരിച്ചിട്ടില്ല എന്നാണ് ആ വീട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണ അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം തെങ്ങിന് തടം തുറന്നിട്ട് നേരെ എടുത്ത് കാല് വെക്കുന്നത് ഈ വൈദ്യുതി കമ്പിയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയാണ് ഇതിന് കാരണം. KCBയുടെ ഈ എല്ലാ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. KCB മൊത്തത്തിലുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഇന്നലെ മിഥുന് സംഭവിച്ച പോലെ തേവരക്കര ഹൈസ്കൂളിൽ സംഭവിച്ചതുപോലെ അതേപോലെയുള്ളൊരു കാരണം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വീടിൽ ഞങ്ങൾ സന്ദർശിച്ചു. ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി K. കൃഷ്ണൻകുട്ടിയെ വിളിച്ചു. അദ്ദേഹം ഒരു 10 മിനിറ്റിനകം തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഈ കുടുംബത്തിന് എന്തായാലും ആ കുടുംബനാഥൻ അവർക്ക് നഷ്ടപ്പെട്ടു. 3 കുട്ടികളാണ് അവർക്കുള്ളത്. +2 പഠിക്കുന്ന ഒരു കുട്ടിയടക്കം ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ആ കുടുംബത്തിന് ഇനി കാര്യമായിട്ട് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ കുടുംബത്തിന് ഇനി ഏകൊരു ആശ്വാസം മന്ത്രി പറഞ്ഞിട്ടുള്ളത് 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാം എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് മന്ത്രി പറഞ്ഞത് ആ ഡിപ്പാർട്ട്മെൻറ്റ് അത് വാക്ക് പാലിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത്ര ഒരു ആശ്വാസമാണ്. ഇവിടെ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഇന്നലെയും യൂത്ത് ലീഗ് പ്രതിഷേധിച്ചിരുന്നു. ഇന്നും യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ KCB ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഈ സമരം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ മന്ത്രിയുടെ ഉറപ്പും അതുപോലെ തന്നെ മന്ത്രി നൽകിയിരിക്കുന്ന 2ാമത്തെ ഉറപ്പ് എന്ന് പറയുന്നത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും ഈ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നൽകിയ ഉറപ്പുണ്ട്. ആ ഉറപ്പും അതോടൊപ്പം തന്നെ ഇവിടെ വച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ ഈ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് നൽകിയ ഉറപ്പും പാലിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും മറ്റു നടപടികൾ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരം ഇവിടെ തൽക്കാലമായി അവസാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തുടർന്നുള്ള നടപടി KCBയുടെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് എന്തുണ്ടാകും എന്നുള്ളത് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.